ഹലോ, അപ്പോൾ അടിപൊളി ഒരു മത്തിക്കറി ഉണ്ടാക്കിയാലോ? നല്ല വലിയ 6 മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. 120 രൂപയാണ്. അപ്പോൾ ഒരു 5-6 മാസം മുന്നേ മത്തി സീസൺ ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് മത്തി, ഇതൊന്നും ഫ്രഷേ അല്ല, ഫ്രഷ് മത്തി, നല്ല പിടയ്ക്കണ മത്തി നമ്മൾ മാർക്കറ്റിൽ കിട്ടിയിരുന്നു കേട്ടോ. പക്ഷേ 450 രൂപയൊക്കെ ആയിരുന്നു അന്ന് വില കിലോയ്ക്ക്. ആ സമയത്തും ഞാനത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം മത്തി എനിക്കിഷ്ടമാണ്, ഏറ്റവും ഫേവറേറ്റ് ആണ് മത്തി. നല്ല പിടയ്ക്കണ മത്തി കണ്ടാൽ എപ്പോഴാണെങ്കിലും വാങ്ങിപ്പോകും കേട്ടോ. ഈ മത്തി എനിക്കധികം ഇഷ്ടമായില്ല, ഇതിന് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. ഇനി എന്താ അമ്മോണിയ ഒക്കെ ഇട്ടുണ്ടോ എന്താ അറിയില്ല, ഭയങ്കര മണം. പൊരിച്ചിട്ടും കറി വെച്ചിട്ടൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ കറി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നപ്പം ഉലുവ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ തക്കാളി ചെറിയ കഷ്ണമായിട്ട് ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് പാകത്തിന് പുളിവെള്ളം ഒഴിച്ചിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ മത്തി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്ന് ഒന്ന് പാകം കുറുകിയൊക്കെ വരുമ്പോൾ നമുക്കത് ഓഫാക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ ഈ രീതിയിലുള്ള മത്തിക്കറി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയൊക്കെയാണ്, നല്ല ഫ്രഷ് മത്തി ആവണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയണത് എപ്പോൾ വേണമെങ്കിലും മാറി മാറിയല്ലേ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെല്ലാം ഇപ്പോൾ ഒരാൾ ഇന്നൊരു പൈസക്കാരനാണെന്ന് വിചാരിക്കുക, അയാളുടെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപയുണ്ട്. അപ്പോൾ അയാൾ വിചാരിക്കുക എനിക്ക് അത് വാങ്ങാം ഇത് വാങ്ങാം എന്നൊക്കെ വെച്ച് കരുതി അഹങ്കരിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. പക്ഷേ ലൈഫിൽ അടുത്ത മൊമെൻറ്റ് എന്താ സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ ഗോൾഡ് റേറ്റ് പോലെ, ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് 2 കൊല്ലം മുന്നേ 10 പവൻ വാങ്ങാനുള്ള പൈസയ്ക്ക് ഇപ്പോൾ 5 പവൻ പോലും കിട്ടില്ലല്ലേ. പക്ഷേ ചിലരുടെ ഇൻകം അതുപോലെ തന്നെയാണ്, ചിലരുടെയൊക്കെ വരുമാനം എന്ന് പറയുന്നത് കൂടുകയും ചെയ്യും. അവർക്കൊരു പുതിയ ഏണിങ്സ് കണ്ടെത്താൻ പറ്റും, ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ കഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ നല്ല ജീവിതമായിരിക്കും നയിക്കുന്നുണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായത് കേട്ടോ. ഒരുപാട് ടേണിങ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മോശ സമയമായാലും നല്ല സമയമായാലും ഒക്കെ തീർത്തും അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫ് മാറി മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും പ്രതീക്ഷ കൈവിടരുത്, എല്ലാവരും മുന്നോട്ട് തന്നെ ജീവിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ. ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും നമുക്ക് അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. ഒരു അച്ചീവ്മെൻറ്റ്, എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് പറയണം കേട്ടോ. എന്നാലേ നമുക്ക് കൂടുതൽ എന്താ പറയുക മെച്ചപ്പെടുത്തി വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻസ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയണത്. ആരും കമൻസ് ചെയ്യാറില്ല, കമൻസ് ചെയ്യണേ.